എന്നിട്ട് ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? അന്നത്തെ സംഭവം ഈ കക്ഷികളെയൊന്നും സത്യം പറഞ്ഞാൽ ഈ ആ സമയം വിവരം അറിയുമ്പോൾ ഞാൻ കടന്നു നോക്കി എൻ്റെ കട്ടിൽ നിർത്തിച്ചിട്ട് എൻ്റെ കട്ടിൽ മേൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉണ്ടായത്. അതിൻ്റെ ശേഷം നമ്മൾ വിവരം അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ വരുമ്പോൾ 2-3 നാൾ എൻ്റെ കട്ടിൽ മേൽ ഇരിക്കുന്നുണ്ട്. ആ ശിക്ഷിക്കപ്പെട്ട കളവായിട്ട് ആക്കിയതാണ്. അന്ന് ഞാനിങ്ങനെ രാവിലെ പണിക്ക് വന്നായിരുന്നു. മട്ടന്നൂർ ടൗണിൽ അടുത്ത ബസ്സിന് അവിടെ ഇർച്ചിക്കേക്ക് പോകുന്ന എല്ലാ ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ അവിടെ നിന്നാണ് അന്നത്തേക്ക് വേക്കുന്നത് തല്ലിയത്. അറിയുന്ന ആളെന്ന് വെച്ചാൽ ഒരാൾ ഞങ്ങൾക്കറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ മസാർക്കുമ്പോൾ കക്ഷിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ അമ്മ മനസ്സിലില്ലല്ലോ. അങ്ങനെയാണ്. സദാനന്ദൻ കണ്ടിട്ടില്ല. മറ്റേ അവരെല്ലാം ഉണ്ടായിരുന്നു അന്നേരം. നിങ്ങളെ ആക്രമിച്ച അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണോ പിന്നീട് ഈ സംഭവം? അതതിൻ്റെ തുടർച്ചയായിട്ടുണ്ട്. ഇപ്പൊ ഈ ശിക്ഷിക്കപ്പെട്ടവരാരും അതിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ലില്ല, ഇവരും നിരപരാധികളാണ്. അപ്പോൾ ആരാ ഇത് ചെയ്തപ്പോൾ? ചെയ്തിപ്പം നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ലല്ലോ. എനിക്ക് പറയാൻ കഴിയില്ല. ഈ ശിക്ഷിക്കപ്പെട്ടവരും എല്ലാം നിരപരാധികളാണ്. ഇവർക്ക് അതിൽ പങ്കില്ല. ഒരു പങ്കുമില്ല.